Okay. Good afternoon. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയായിരുന്നല്ലേ? ക്വസ്റ്റ്യൻസ് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ചെയ്തില്ലേ? ആൻസർ ഒക്കെ കിട്ടിയില്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? യെസ്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടാത്തതോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങക്ക്? എല്ലാം കിട്ടിയില്ലേ? നോ. അത് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഈ ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൻസർ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. പിന്നെ നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ 25. നിങ്ങൾക്ക് തന്നേക്കുന്ന പ്രിന്റഡ് നോട്ടിൽ ചിലപ്പോൾ 25 ആയിരിക്കും കിടക്കുന്നത്. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ നോക്കാം. നമുക്ക് എന്താ ഇപ്പൊ ഈ ഒരു പേര് ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം ഇൻഫെക്ഷൻ എവിടെ നിന്ന് അക്യൂർ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെ? ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റല് ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് നമ്മൾ അഡ്മിറ്റ് ആവുകയാണെങ്കിലൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നതിനെയാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആവുന്ന അതായത് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അവിടെ അഡ്മിഷൻ ആയതിനു ശേഷം ആ ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒന്ന് ഹെഡിങ് കൊടുത്തേ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അതിനെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് HAI എന്ന് പറയാം. ഓക്കെ, അത് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷന്റെ ഒരു അബ്രിവേറ്റഡ് ഫോം ആണ് HAI. നിങ്ങൾ അബ്രിവേഷൻസ് ഒക്കെ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചില്ലേ? കുറച്ച് അബ്രിവേഷൻസ് ഒക്കെ പഠിച്ചില്ലേ നിങ്ങൾ? അതിനകത്ത് യെസ്, അതിനകത്ത് ഈ HAI എന്നുള്ളത് ഒരു അബ്രിവേറ്റഡ് ഫോം ആണ്, ഷോർട്ട് ഫോം ആണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, HAI. ഹെഡിങ് കൊടുക്കുക, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഒരു സെന്റൻസ് എഴുതിക്കോ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ്, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് are infections, acquired infections are infections acquired, ACQUIRED, acquired during hospital acquired infections are infections acquired, ACQUIRED, acquired during, DURING, acquired during the process of, acquired during the process of receiving, RECEIVING, receiving health care, receiving health care that was not present, that was not present, that was not present during the time of admission, during the time of admission. സ്പീഡ് കൂടുതലാണോ? Okay, hospital acquired infections are infections acquired during the process of receiving health care that was not present, during the time of admission, during the time of admission. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? അക്വേർഡ് ഇൻഫെക്ഷൻസ്, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് ആർ ഇൻഫെക്ഷൻ
അക്വയർഡ് എവിടെന്നാ അക്വയർ ചെയ്യുന്നത്? ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് റിസീവിങ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലില് അഡ്മിഷൻ ടൈമില് നമ്മൾക്ക് അക്വയർ ചെയ്യുന്നതാണ്. അത് പ്രസന്റ് ആ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇൻഫെക്ഷൻ ഇല്ല, അവിടെ ചെന്നതിന് ശേഷം അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. എ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാ? നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷൻ. The word nosocomial is derived from the Latin word nosocomion. അപ്പൊ ഈ നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന എവിടെന്നാ? ഒരു ലാറ്റിൻ വേർഡായ നോസോകോമിയോൺ. നോസോകോമിയോൺ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. അതിന്റെ മീനിങ് എന്താന്ന് നോക്കിയേ. നോസോകോമിയോൺ വിച്ച് മീൻസ് ഹോസ്പിറ്റൽ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. നോസോകോമിയോൺ മീൻസ് ഹോസ്പിറ്റൽ. നോസോകോമിയോൺ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താ? ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്നാണ് മീനിങ്. ഓക്കെ. അപ്പൊ എന്താണ് HAI എന്ന് പറഞ്ഞാൽ? ഈസ് ആൻ ഇൻഫെക്ഷൻ ദാറ്റ് ഈസ് അക്വേർഡ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന പറഞ്ഞു. ഓർ അല്ലെങ്കിലോ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നോ ഹോസ്പിറ്റലിൽ നിന്നോ ഒക്കെ അക്യൂർ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഹെൽത്ത് കെയറിൽ നിന്ന് അക്വയർ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അപ്പൊ എന്താണ്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? നോസോകോമിയൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. And it is also called health care associated infection. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. എന്തുകൊണ്ടാ? ഹോസ്പിറ്റലിൽ നിന്നോ മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നോ അക്യൂർ ചെയ്യുന്നത് കൊണ്ട് അതിനെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയുന്നു. Such as infection may be acquired in hospital. നോക്കി ഇനി എവിടെ നിന്നൊക്കെ അക്യൂർ ചെയ്യാം? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അക്വയർ ചെയ്യുന്ന എവിടെന്നാ? ഹോസ്പിറ്റലിൽ നിന്നാവാം. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പുനരധിവാസ കേന്ദ്രങ്ങള്. ചാപ്റ്റർ 25 ആണ് കേട്ടോ. 25 പുനരധിവാസ കേന്ദ്രങ്ങള്, അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകള്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ നിന്നാകാം. ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടുന്ന് ലബോറട്ടറിയിൽ നിന്ന് അക്വയർ ചെയ്യാം. ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്, മറ്റുള്ള ചികിത്സാപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ നമുക്ക് അക്വയർ ചെയ്യാം. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാ നോക്കിയേ? അത് നോക്കട്ടോ. ഇൻഫെക്ഷൻ മേ ബി അക്വയർഡ് ഇൻ ഹോസ്പിറ്റൽസ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, നഴ്സിംഗ് ഹോം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. ഇവിടെ നിന്നൊക്കെ അക്വയർ ചെയ്യാം. Infection is spread to the affected patient in the clinical setting by many means. പല രീതിയിൽ. അപ്പൊ ക്ലിനിക്കൽ സെറ്റിംഗ്സ്, ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ ഇൻഫെക്ഷൻ പല രീതിയിൽ എങ്ങനെ സ്പ്രെഡ് ചെയ്യാം? അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്ന് ഇൻഫെക്ഷൻ പല രീതിയിൽ സ്പ്രെഡ് ചെയ്യാം. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ദ ഇൻഫെക്ഷൻ. ഹെൽത്ത് കെയർ സ്റ്റാഫ്, ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾ തന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണമാകാം. അത് എഴുതി കൂടെയാന്ന് നോക്കിയേ. ബിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, അവർ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത് വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നോക്കിയേ? ഹെൽത്ത് കെയർ സ്റ്റാഫുകളിൽ നിന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ബിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ്, അവരെടുക്കുന്ന എക്യുപ്മെന്റ്സുകള് അത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ അതിൽ കൂടെ ഇൻഫെക്ഷൻ നമുക്ക് വരാം. ബെഡ് ലിനൻ, തലയിണകള്, കിടക്ക, അത് ബെഡ്ഷീറ്റ്, തലയിണകള് വഴി, ലിനൻ എന്ന് വെച്ചാൽ എന്താ? തുണികളൊക്കെ വഴി. പിന്നെ ഓർ എയർ ഡ്രോപ്സ്, എയർ നാട്ടോ, അത് AIR, എയർ ഡ്രോപ്സ്, വായുവിലൂടെ, ഡ്രോപ്സിൽ കൂടെ, വായു തുള്ളികളിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം.
ഇങ്ങനെയൊക്കെ ഇപ്പൊ നമ്മളൊരു സ്റ്റാഫിന് ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫാണ്, നമ്മൾ പേഷ്യൻസിനോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഡ്രോപ്സ് സംസാരിക്കുമ്പോൾ ആ വായുവിലേക്ക് ആ തുള്ളികൾ വരൂല്ലേ, ആ ഇൻഫെക്ഷൻ ഉള്ള ഡ്രോപ്സ് വായുവിൽ സ്പ്രെഡ് ചെയ്യുകയും അത് ഈ പേഷ്യന്റിന്റെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻ അക്വയർ ചെയ്യാം. ഓക്കെ, ഓർ എയർ ഡ്രോപ്പിലൂടെ വരാം. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വഴി, ബെഡ്ഷീറ്റുകൾ, തലയണകൾ അങ്ങനെയുള്ളത് വഴി, അല്ലെങ്കിൽ എയർ ഡ്രോപ്സ് വഴിയും എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഇറ്റ് ക്യാൻ ഓൾസോ ഒറിജിനേറ്റ് ഫ്രം ദ ഔട്ട്സൈഡ് എൻവയോൺമെന്റ്. ഇനി നമുക്ക് പുറമേയുള്ള പരിസ്ഥിതിയിൽ നിന്ന്, ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്നും കിട്ടാം. അതർ ഇൻഫെക്റ്റഡ് പേഷ്യന്റ്, ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്നും കിട്ടാം. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ എന്താ ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റ്, അവരുമായിട്ട് നമ്മൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ ഉള്ള ആ പേഷ്യന്റിൽ നിന്നും കിട്ടാം. ആൻഡ് സ്റ്റാഫ് ഹു ആർ ഇൻഫെക്റ്റഡ്, ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫുകളിൽ നിന്നും വരാം. ഓർ ഇൻ സം കേസസ് the source of the infection cannot be ascertained. എന്ന് വെച്ചാൽ തിട്ടപ്പെടുത്താൻ കഴിയില്ല. ചില സാഹചര്യങ്ങളിൽ ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് വന്നത്, അതിന്റെ സോഴ്സ് എവിടെയാണ് എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഈ രീതികളിൽ നിന്നൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഇൻഫെക്ഷൻ കിട്ടാം. ഓക്കെ, in certain cases the microorganism emerged from the patient's own skin, becoming opportunistic after surgery. എന്നാൽ ചില കേസുകളിൽ ഈ പേഷ്യന്റിന്റെ സ്കിന്നിൽ ഉണ്ടാകാം, സ്കിന്നിൽ തന്നെ ഈ ഇൻഫെക്ഷൻ വരാം. എപ്പോഴാ? ബിക്കമിങ് ഓപ്പർച്യൂണിസ്റ്റിക് ആഫ്റ്റർ സർജറി. ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവസരം. സർജറി കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യൻസിന്റെ ബോഡിയിൽ തന്നെ, സ്കിന്നിൽ തന്നെ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം. ഇപ്പൊ നമ്മൾ സർജറി ചിലർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. സർജറി ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ വെള്ളമൊക്കെ നമ്മൾ പറയും ആ സ്റ്റിച്ചുള്ള ഭാഗത്ത് വെള്ളമൊന്നും അല്ലെങ്കിൽ എണ്ണയോ ഇതൊന്നും അവിടെ വെള്ളമൊന്നും കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇതാക്കാൻ പാടില്ല എന്ന് പറയും അല്ലെ. അപ്പൊ അവിടെയൊക്കെ നല്ല നീറ്റായിരിക്കണം, നല്ല വൃത്തിയായിട്ടിരിക്കണം ആ ഭാഗമൊക്കെ. അപ്പൊ ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലും സോപ്പിന്റെ അംശമോ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ എന്താ, സർജറി കഴിഞ്ഞതിന് ശേഷം അവിടെ വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം. ചില ആളുകൾക്ക് ഇൻഫെക്ഷൻ വന്ന് സ്റ്റിച്ചൊക്കെ ഇങ്ങനെ പഴുത്ത് അങ്ങനെയൊക്കെ വരാറില്ലേ, ഇൻഫെക്ഷൻ വന്നിട്ടാണ്. അപ്പൊ അങ്ങനെയും എന്ത് ചെയ്യാം, സംഭവിക്കാം. സർജറി കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി തന്നെ ഇൻഫെക്ഷൻ വരിക ചെയ്യുന്നത്. ഓക്കെ, നോസോകോമിയൽ ഇൻഫെക്ഷൻ ഷോസ് എ ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ് ഇറ്റ് വാസ് പ്രസന്റ് when the patient got into an healthcare setting, thus meaning it was acute post admission. ഇനി നോക്കിയേ, ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക്, പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ അല്ലാത്ത കാരണം കൊണ്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിൽ അപ്പോ ആ ഒരു പേഷ്യന്റ് വരുമ്പോ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത്. ദാറ്റ് ഇറ്റ് വാസ് പ്രസന്റ്, ലാക്ക് പ്രൂഫ്, തെളിവില്ല നമുക്ക്. ഇപ്പൊ വരുമ്പോ തന്നെ ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല, തെളിവില്ല. ആ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്നാ പറയാൻ പറ്റുള്ളൂ, അത് ഹോസ്പിറ്റലിൽ. പിന്നെ ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്തതാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇറ്റ് വാസ് അക്യൂർഡ് പോസ്റ്റ് അഡ്മിഷൻ, അഡ്മിഷന് ശേഷം നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്നതാണേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തെളിയിക്കണം, ആ പേഷ്യന്റ് വരുമ്പോ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തെളിയിക്കണം. അതിന് നമുക്ക് അങ്ങനെ തെളിയിക്കാൻ ഒരു പ്രൂഫും ഇല്ല. പക്ഷെ ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിഷന് ശേഷം ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്ത ഇൻഫെക്ഷൻ ആണെന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നു. ഇത് ഡിറൈവ് ചെയ്തേക്കുന്ന നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡായ നോസോകോമിയോൾ. അതിന്റെ മീനിങ് ഹോസ്പിറ്റൽ എന്നാണ്. ഹെൽത്ത് കെയറിൽ നിന്നും അക്യൂർ ചെയ്തുകൊണ്ട് ഇതിനെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നറിയപ്പെടുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ പല ഈ സ്റ്റാഫുകളിൽ നിന്നൊക്കെ തന്നെ ഇൻഫെക്ഷൻ വരാം.
ഹോസ്പിറ്റലിൽ നിന്നോ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്നോ നഴ്സിംഗ് ഹോം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്ക്, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ അല്ലെങ്കിൽ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാം. എന്നാൽ ചില സ്റ്റാഫുകളിൽ നിന്ന് ഇൻഫെക്ഷൻ സംഭവിക്കാം. പക്ഷെ ചില കേസുകളിൽ ഇതിന്റെ സോഴ്സ്, ഉറവിടം എവിടെയാണ്, അത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇനി നമ്മൾ പറഞ്ഞു ചിലർക്ക് പേഷ്യന്റ് ബോഡിയിൽ സ്വന്തമായിട്ട് ഉണ്ടാവാം, സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഫെക്ഷൻ സംഭവിക്കാം. എന്തായാലും ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ പറഞ്ഞേക്കാണ്, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്ക് അതിന് ആ ഒരു വ്യക്തിക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാനായിട്ട് ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്തതാണ് എന്ന് അനുമാനിക്കാം. ഓക്കെ, ഇത്രയാണ് അതിൽ ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ഇൻട്രൊഡക്ഷൻ. അതിനകത്ത് ഒത്തിരി വൺ വേർഡ്സ്, ആ മീനിങ് ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്, അതിന്റെ മീനിങ് എന്താണ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കി വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് അതിന്റെ സിംറ്റംസ്. ഓക്കെ, വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? ഫോർ എ HAI the infection must arise. HAI എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ്. ഇനി നമ്മൾ എപ്പോഴൊക്കെയാണ് ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ വരുന്നത്, അതാണ് അതിനകത്ത് 3 പോയിന്റ് ആയിട്ട് തന്നേക്കുന്നത്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, അപ്പൊ ഏതൊക്കെ ഇതിനകത്താണ് അങ്ങനെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? നോക്കിയേ, മസ്റ്ററൈസ് എന്ന് വെച്ചാൽ ആവിർഭവിക്കുക എന്നുള്ളത്. ഇൻഫെക്ഷൻ ആവിർഭവിക്കുന്നത് ഏത് രീതിയിലൊക്കെയാ നോക്കിയേ, അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ, അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ നമുക്ക് ഇൻഫെക്ഷൻ അത് വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയാം, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ. ഇനി നെക്സ്റ്റ് നോക്കിയ അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി, ആ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ 3 ദിവസം വരെ ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെയും നമ്മൾ എന്തെന്ന് പറയാം, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. പിന്നെ ഡിസ്ചാർജ് ആയി പോയി, നാളെ ആ ഒരു വ്യക്തിക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ എന്തെന്ന് പറയാം, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെ. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നോളൂ, അപ്പോഴത്തേക്കും ഇൻഫെക്ഷൻ. അത് എത്ര ദിവസം പറഞ്ഞ 3 days. 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. ഡിസ്ചാർജ് കഴിഞ്ഞ് 3 ദിവസം വരെ ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെയും ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇനി നോക്കിയേ, ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി വെൻ സംവൺ വാസ് അഡ്മിറ്റഡ് ഫോർ റീസൺസ് എക്സെപ്റ്റ് ഫോർ ദ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ഒഴികെയുള്ള ഒരു കാരണം കൊണ്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക എന്ന് വിചാരിക്കാം. ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ട് ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്, അവിടെ നിന്നും ഇൻഫെക്ഷൻ കിട്ടുവാണെങ്കിലും അതും നമ്മൾ എവിടെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇൻഫെക്ഷൻ ഒഴികെയുള്ള ഒരു കാരണത്താൽ ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അവർക്കും ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇൻഫെക്ഷൻ അല്ല, ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണം കൊണ്ട്. In a healthcare facility when someone was admitted for reason except for the infection. ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണങ്ങളാൽ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അങ്ങനെയും ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഇങ്ങനെ 3 ഇതിലും നമ്മൾ എന്തെന്ന് പറയാം, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ, ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം വരെ ഇൻഫെക്ഷൻ വരികയാണെങ്കിലും ഇൻഫെക്ഷൻ ഒഴികെയുള്ള ഒരു കാരണം കൊണ്ട്, അതാണ് 3rd പോയിന്റ് പറയുന്നത്. ഇൻഫെക്ഷൻ ഒഴികെയുള്ള ഒരു കാരണം കൊണ്ട് ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്, അങ്ങനെ ഇൻഫെക്ഷൻ വരാം. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAI. കോമൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഏതൊക്കെയാണ്? ഇത് പഠിക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTIS എന്ന് പറയും. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന, മൂത്രനാളത്തിലൊക്കെ ഉണ്ടാകുന്ന അണുബാധ. ഓക്കെ, ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി സിസ്റ്റം, കിഡ്നി, ബ്ലാഡറിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ.
അടുത്തത് സെക്കൻഡ് നോക്കി, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. എവിടെയാ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ സർജറി ചെയ്യുമ്പോൾ ആ ഒരു സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ആ വൂണ്ടിലൊക്കെ ഉണ്ടാകുന്ന, സർജറി ചെയ്തുള്ള ആ വൂണ്ടിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിൽ വരുന്ന ഇൻഫെക്ഷൻ. അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ, നോട്ടിൽ തന്നെ എഴുതിയാൽ മതി. സ്റ്റൊമക്കിൽ വരുന്ന ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. പ്രിന്റഡ് നോട്ടുള്ളവര് അതിനകത്ത് തന്നെ എഴുതി വെച്ചോ. സ്റ്റൊമക്കിലൊക്കെ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഗ്യാസ്ട്രോ. സ്റ്റൊമക്കോ അല്ലെ ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, സ്റ്റൊമക്കിൽ വരുന്ന ഇൻഫെക്ഷൻ. നെക്സ്റ്റ് ആണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ കവർ ചെയ്യുന്ന ലെയർ, ആ ലെയറിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ കവർ ചെയ്യുന്ന ലെയർ, അതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ ലെയറിന്റെ പേരാണ് മെനിഞ്ചസ്. ആ മെനിഞ്ചസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് മെനിഞ്ചൈറ്റിസ്. ബ്രെയിനെയും ഇങ്ങനെ എഴുതിയാൽ മതി, ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയറിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, മെനിഞ്ചൈറ്റിസ്. ഫുള്ളായിട്ട് എഴുതിയില്ലെങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ഷോർട്ട് ചെയ്ത് എഴുതി വെച്ചാൽ മതി കേട്ടോ. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയറിന് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ. നെക്സ്റ്റ് ആണ് ന്യൂമോണിയ. ന്യൂമോണിയ അറിയാലോ, ഇൻഫ്ലമേഷൻ ഇൻ യുവർ ലങ്സ്, ലങ്സിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ന്യൂമോണിയ. നമ്മള് ലങ്സിലുള്ള വായു അറവകള്, അൽബിയോളകള്, അവിടെ ഫ്ലൂയിഡ് വന്നു നിറഞ്ഞിട്ടൊക്കെ ലങ്സിൽ ഉണ്ടാകുന്ന ഒരു വീക്കം, ഇതിനാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ ഇൻ ദ ലങ്സ്. അപ്പൊ ഇത്രയും വരുന്നുണ്ട്. ഇനി ഒരെണ്ണം കൂടി നിങ്ങൾ അത് പ്രിന്റഡ് നോട്ടിൽ എഴുതി വെച്ചോ, സ്കിൻ ഇൻഫെക്ഷൻ. അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചായിരുന്നു. അപ്പൊ കുട്ടികൾക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയി, ഇത് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത്. സ്കിൻ ഇൻഫെക്ഷനും കൂടി അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. സ്കിൻ ഇൻഫെക്ഷൻ 6ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതി ചേർക്കുക, സ്കിൻ ഇൻഫെക്ഷൻ. ഇത്രയും ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനിൽ വരുന്ന ഏതൊക്കെയാ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, സ്കിൻ ഇൻഫെക്ഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ്, the symptoms for this infection may consist of. ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന്, ഈ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ നോക്കിയേ, ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. വൂണ്ട് എന്ന് വെച്ചാൽ എന്താ? WOUND, വൂണ്ട്, മുറിവ്. അപ്പൊ ഈ മുറിഞ്ഞ ഭാഗമില്ലേ, മുറിവിൽ നിന്ന് ഇങ്ങനെ പഴുപ്പൊക്കെ വരൂലേ പുറത്തേക്ക്, ഫ്ലൂയിഡ് ഇങ്ങനെ പഴുപ്പ് വരുന്നത്, അങ്ങനെ അത് ഒരു ഇതിന്റെ സിംറ്റംസ് ആണ്. അപ്പോഴല്ലേ നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ട്. ഇപ്പൊ സർജറി ചെയ്തു, ആ സർജറി ചെയ്ത ആ ഒരു ഭാഗത്ത് ആ മുണ്ടില് ഇങ്ങനെ പഴുപ്പ്, ഇങ്ങനെ ആദ്യം ഇങ്ങനെ ചുവന്ന് അവിടെ ബൾജ് ചെയ്ത പോലെ വരും. എന്നിട്ട് പിന്നെ അത് ഇച്ചിരി കൂടി ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഇങ്ങനെ ഫ്ലൂയിഡ് പോലെ ഇങ്ങനെ വരും, പഴുപ്പ് പോലെ വരും. അത് ഇതിന്റെ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷന്റെ സിംറ്റംസ് ആണ്. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ഫീവർ, പനി ഉണ്ടാകാം. കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. കഫ് എന്ന് പറഞ്ഞ ചുമ അറിയാലോ. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ശ്വാസം മുട്ടല്, ചുമയും ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകാം. പിന്നെ അടുത്ത ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം അല്ലെ, നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ നമ്മുടെ ഒരു പുകച്ചിലുണ്ടാവും, ബേണിങ്, ഒരു പുകച്ചിലുണ്ടാവും. അല്ലെങ്കിലോ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, യൂറിൻ ചെയ്യാനായിട്ട്, യൂറിനേഷൻ നടത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാം. അതും ഇതിന്റെ ഈ സിംറ്റംസിൽ വരുന്ന ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. നെക്സ്റ്റ് ആണ് ഹെഡ് ഏക്ക്, തലവേദന. നെക്സ്റ്റ് നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ. നോസിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓക്കാനം, വോമിറ്റിംഗ്, ഡയേറിയ. ഡയേറിയ എന്താ? വയറിളക്കം. അറിയില്ലാത്തവര് അതിന്റെ മുകളില് മലയാളത്തിലൊന്ന് എഴുതി വെച്ചോളാം കേട്ടോ. ഡയേറിയ, വയറിളക്കം. ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ്. Discharge from a wound, fever, cough, feeling of suffocation, burning with the urination or difficulty in urination, headache, nausea, vomiting, diarrhea. Okay, clear അല്ലേ? സിംറ്റംസ് ചെറിയ പോയിന്റ്സ്. ഓക്കെ,
ഓക്കെ അല്ലേ? ആരെങ്കിലൊക്കെ ഒരാള് കമ്പയണേ അല്ലോ, ആർക്കടേയും കണ്ടില്ല. ഓക്കെ ഓക്കെ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് പറയില്ലല്ലോ നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നുള്ളത്. നമുക്ക് 1-2 ചാപ്റ്റർ കൂടി, 2-3 ചാപ്റ്റർ കൂടി ഉണ്ടാവും ഓരോരുത്തർക്ക് തീർക്കാനായിട്ട്. എക്സാമിന്റെ ഡേറ്റ് അങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അപ്പൊ തന്നെ ചോദിക്കുക എന്നാ എക്സാമിന്റെ ഡേറ്റ് നിങ്ങൾക്ക് വന്നിട്ടില്ല കേട്ടോ. നിങ്ങളുടെ തൊട്ട് മുന്നത്തെ ബാച്ചിന്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഓണത്തിന് മുൻപിൽ ഉണ്ടാവും എക്സാം. നിങ്ങളുടെ ഡേറ്റ് ആയിട്ടില്ല. ഓണം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തായാലും എക്സാം ഉണ്ടാവുള്ളൂ. പോർഷൻസ് ഇനി ഉണ്ടല്ലോ തീർക്കാനായിട്ട്. ഏതാണ് ഒന്നുകൂടി പറയണ്ടേ? മൂവി അനു, ഏതാ മൂവി? ഏതാ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് ആണോ? ഫുള്ളോ? ഏത് പോയിന്റാ പറയണ്ടേ? ഏതാ സിംറ്റംസ് ആണോ? സിംറ്റംസ് ആണോ ഫുള്ള് പറയണ്ടേ? അതിൽ ഏതാ അറിയില്ലാത്ത? ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ? എല്ലാത്തിന്റെ മീനിങ് ഞാൻ പറഞ്ഞു പോയതല്ലേ? ഏതൊക്കെയാ? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, വൂണ്ടിൽ നിന്ന് പഴുപ്പൊക്കെ വരിക, മുറിവിൽ നിന്ന് പഴുപ്പ് വരിക, ഫീവർ പനി, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ചുമയും ശ്വാസമുട്ടലും വരിക, പിന്നെ യൂറിൻ ചെയ്യാനായിട്ട് യൂറിൻ ചെയ്യുമ്പോൾ ബേണിംഗ്, പുകച്ചിലുണ്ടാവുക, യൂറിനേഷൻ ചെയ്യുമ്പോൾ ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽറ്റി, ബുദ്ധിമുട്ടുണ്ടാകുക, പിന്നെ ഹെഡേക്ക്, തലവേദന, നോസിയ, ഓക്കാനം, വോമിറ്റിംഗ്, ഡയേറിയ, വയറിളക്കം. ഇത്രയാണ് അതിന്റെ സിംറ്റംസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, people who experience new symptoms in the course their say may also experience pain and irritation at the infection site. Many will experience noticeable symptoms. അപ്പൊ ഈ സിംറ്റംസ് കോഴ്സ് സമയത്ത് പുതിയ ലക്ഷണങ്ങള് സിംറ്റംസ് ഒക്കെ ഉണ്ടാകാം. അങ്ങനെ അനുഭവപ്പെടുന്ന ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെയിൻ, വേദന ഉണ്ടാകാം. പിന്നെ അതും അവിടെ ഇൻഫെക്ഷൻ സൈറ്റിൽ വേദനയും ചില ഇറിറ്റേഷൻസും ഉണ്ടാക്കാം. അവർക്ക് ഇറിറ്റേഷൻ, ചൊറിച്ചിലൊക്കെ ഇല്ലേ? ഇവിടെ ചിഹ്നമൊക്കെ എഴുതി വിടുന്നുണ്ട്. അതേ സ്പീഡ് ഓക്കെ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വളരെ സ്പീഡ് കുറച്ചെടുക്കുന്ന ആളാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല എങ്ങനെയോ ക്ലാസ്സുകൾ വരുന്നേന്ന്. എങ്കിലും ഇതുവരെയും ഒറ്റ ക്ലാസ്സിൽ അങ്ങനെ എന്റെ സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ല ആരും. ഓക്കെ ആണ് നിൽക്കേണ്ടെങ്കിൽ ഇനി വല്ല നെറ്റ് കട്ടായി പോയിട്ട് വല്ലതും കേൾക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കേൾക്കാഞ്ഞിട്ടാണോ ഒന്നുകൂടി പറയാൻ പറഞ്ഞേ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കി. അപ്പൊ നമുക്ക് ഓക്കെ ആണെന്നൊക്കെ കുറെ പേരിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയേ, ഈ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് പല സിംറ്റംസ് ഒക്കെ ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഫെക്ഷൻ ഉള്ള ആ ഒരു സൈറ്റിൽ വേദന ഉണ്ടാവാം, ചിലർക്ക് ഇറിറ്റേഷൻ, ചൊറിച്ചിലില്ലേ, അങ്ങനെയൊക്കെ ചിലർക്ക് ഇങ്ങനെയൊക്കെ ഇത് വരുമ്പോൾ ഇൻഫെക്ഷൻ വരുമ്പോൾ സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ സ്കിന്നിന് ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. Many will experience noticeable symptoms. അങ്ങനെ വെച്ചാൽ പലർക്കും പല പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. ഈ സിംറ്റംസ് ഒക്കെ ഇത് കാണിക്കുമ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ പെയിനോ ഇറിറ്റേഷൻസ് ഒക്കെ ഇൻഫെക്ഷൻ സൈറ്റിൽ ഉണ്ടാവാം. പലർക്കും അത് പ്രകടമായിട്ടുള്ള പല ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെടാം സിംറ്റംസ്. ഇനി ഇവിടെ ഇതും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതൊക്കെ പറയേണ്ടത് ഇമ്പോർട്ടന്റ് ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഇനി ഹോസ്പിറ്റലില് ഈ ഇൻഫെക്ഷൻ വരാനുള്ള സോഴ്സ്, ഉറവിടം, എവിടെ നിന്നൊക്കെ ഈ ഇൻഫെക്ഷൻ വരാം എന്നുള്ളതാണ്. ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ എവിടെ നിന്നൊക്കെ വരാം നോക്കിയേ. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ഇൻഫെക്ഷൻ കിട്ടാം? അതിന്റെ ഉറവിടാണ് പറയുന്നത് കേട്ടോ. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഫസ്റ്റ് നോക്കി, അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ഇപ്പൊ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അപ്പൊ അവരിപ്പോ റൂമാണെങ്കിൽ ഓക്കെ, അയാള് സേഫ് ആണ്, വേറെ ആരുമായിട്ട് അധികം കോണ്ടാക്ട് വരുന്നില്ല എന്ന് വിചാരിക്കാം. ഇനിയിപ്പോ സപ്പോസ് വാർഡിലൊക്കെ ആണെങ്കിലോ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വാർഡിലുള്ളവർക്കൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇപ്പൊ വായു കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം അല്ലെ? ആ
ആ ഒരു റൂമിനുള്ളിൽ ആ ഇൻഫെക്ഷൻ ഉള്ള വായു ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഒന്നാമത്തെ റീസൺ ഏതാ, അതർ പേഷ്യൻസ്, മറ്റുള്ള രോഗികളിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ക്ലിയർ അല്ലേ? മറ്റുള്ള പേഷ്യൻസിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ഇനി രണ്ടാമത്തെ വിസിറ്റേഴ്സ് ഉണ്ടാവാം. ചിലരൊക്കെ ഹോസ്പിറ്റലിൽ കേൾക്കാൻ നോക്കിയിരിക്കും, ഓടിപ്പോയി കാണാനായിട്ട്. കഴിയുന്നത്ര നമ്മൾ ഹോസ്പിറ്റലിൽ ആരെങ്കിലും ഒക്കെ അഡ്മിറ്റ് ആണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ കാണാതിരിക്കുക. അവര് ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ പോയി കാണുക, കുഴപ്പമില്ല. നമ്മളിപ്പോ ഓടിച്ചെന്ന് നമ്മളെ കാര്യം അവരെ കാണാനുള്ള ഇത് കൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ പേഷ്യന്റിനെ അപ്പൊ നമ്മൾ മറ്റുള്ളവരൊന്നും ആയിട്ട് അധികം കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ പേഷ്യന്റും അവർക്കൂടെ ഒരു ബൈസ്റ്റാൻഡറും അങ്ങനെയല്ല ശരിക്കും അഡ്മിറ്റ് ആകുമ്പോൾ സമ്മതിക്കുള്ളൂ. ചിലര് ആ വീടടക്കം നാട്ടുകാരും ഒത്തപ്പാടെ അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും, എങ്കിലും അതെ കുറെ ചിരിയൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ, അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. എന്നാലും അഡ്മിറ്റ് ആയി കേൾക്കാൻ നോക്കിയിരിക്കും. ആ കൂടടക്കം ആ ഒരു എന്താ പറയാ, ആ ഒരു വില്ലേജ് മുഴുവനും വേണമെങ്കിൽ കാണാൻ പോകും. അങ്ങനെയൊക്കെ ചെല്ലുമ്പോ എന്താ, നമ്മൾ പല ആളുകളും ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാം, നമുക്കറിയാൻ പറ്റില്ല ചിലപ്പോ. അപ്പൊ നമ്മള് അവരെ കാണാൻ പോകുമ്പോൾ നമ്മള് എന്താ പറയാ, നമ്മളിൽ നിന്നും അവർക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. വിസിറ്റേഴ്സ് രണ്ടാമത്തെയാണ് വിസിറ്റേഴ്സ്, പേഷ്യന്റിന് വിസിറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഇൻഫെക്ഷൻ പേഷ്യന്റിലേക്ക് വരാം. പിന്നെ അടുത്ത ഹോസ്പിറ്റൽ പേഴ്സൺസ്. വരണ്ടാന്ന് പറഞ്ഞാല് വരുമെന്നൊക്കെ ഇവിടെ ഇല്ലേ ചിലർക്കൊക്കെ സ്ട്രിക്റ്റ് ആണ്, ചില ഹോസ്പിറ്റലിൽ സ്ട്രിക്റ്റ് ആണ്, ഒറ്റ ഒരാളെ നിൽക്കാൻ പറ്റുള്ളൂ രോഗിയുടെ കൂടെ. അതെന്തിനു വേണ്ടിയിട്ടാ, ഇവിടെയൊക്കെ കമന്റ് വന്നിട്ട് കേട്ടോ. ഞാൻ അഡ്മിറ്റ് ആയ ടൈമില് തൊട്ടെടുത്ത ഫുള്ളി ഞാൻ വായിച്ചില്ല, ആരൊക്കെയോ കാണാൻ വന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ അവര് അപ്പൊ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എല്ലാ എന്തെങ്കിലും ഇതും കൊണ്ടൊക്കെ സത്യമാണെന്നൊക്കെ പറഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ശരിക്കും അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്താ, നമ്മൾ അവരെ പോയി ശല്യപ്പെടുത്താതിരിക്കുക. അവര് സേഫ് ആയിട്ട് മരുന്നൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ പിന്നെ നമുക്ക് സമയം പോലെ എപ്പോഴെങ്കിലും പോയി ഒന്ന് കാണാം, ചെന്നില്ല എന്നുള്ളത് വേണ്ട, എന്നുള്ളത് ചെയ്യാം. ഓക്കെ, എന്തായാലും അപ്പൊ വിസിറ്റേഴ്സിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. ഹോസ്പിറ്റൽ പേഴ്സൺസ്, ഹോസ്പിറ്റൽ ആളുകളിൽ, ഹോസ്പിറ്റലിലുള്ള ആളുകളിലെ സ്റ്റാഫുകളിൽ നിന്ന് വരാം. ഇപ്പൊ സ്റ്റാഫുകൾക്കൊക്കെ പല ഇതിന് ഇപ്പൊ ക്ലീൻ ചെയ്യാൻ വന്ന സ്റ്റാഫുകൾ ഉണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ പല സ്റ്റാഫുകളിൽ നിന്നും വേണമെങ്കിൽ എന്ത് വരാം, ഇൻഫെക്ഷൻ വരാം. പിന്നെ സർജിക്കൽ പ്രൊസീജിയർ, സർജറി ഒക്കെ ചെയ്യുമ്പോഴേ അപ്പൊ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, എടുക്കുന്ന എക്യുപ്മെന്റ്സ് കണ്ടാമിനേറ്റഡ് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിലോ, അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് സർജിക്കൽ പ്രൊസീജിയറിലൂടെ ചിലപ്പോ ഇൻഫെക്ഷൻ വരാം. അടുത്തത് എയർ, വായുവിൽ കൂടെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് ഇൻഫെക്റ്റഡ് ഉള്ള ഒരാള് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഇൻഫെക്ഷൻ എയറിലേക്ക് വരും. അത് എന്താ, നമ്മളത് ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഇല്ലാത്ത ആളുകളിലേക്കും ഇൻഫെക്ഷൻ വരാം. എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യാം. പിന്നെ വാട്ടർ ഓർ ഫുഡ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, ബോയിലിംഗ് വാട്ടർ, തിളപ്പിച്ച വെള്ളം കുടിക്കണം എന്ന് പറയും അല്ലെ. നല്ലോണം ഒന്ന് തിളച്ചാൽ പോരാ, അതൊരു 3-5 മിനിറ്റ് എങ്കിലും നല്ലോണം തിളപ്പിക്കുക, എങ്കിലാണ് അതിനകത്തുള്ള അണുക്കളൊക്കെ പോകുള്ളൂ. അപ്പൊ നല്ലോണം തിളപ്പിച്ച വെള്ളം കൊടുക്കുക. അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള ഭക്ഷണമോ അങ്ങനെയുള്ളതൊന്നും കഴിക്കരുത്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നല്ല ചൂടോടുകൂടിയൊക്കെ കഴിക്കാൻ നോക്കണം. ഇങ്ങനെ വാട്ടർ, ഫുഡ്, ഇക്കടെയൊക്കെ ഇൻഫെക്ഷൻ വരാം. പിന്നെ നെക്സ്റ്റ് പേഷ്യൻസ് കേൾക്കുന്നുണ്ടോ? 5 ഇവിടെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, ഫാത്തിമ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കി അടുത്തത് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ പേഷ്യൻസിന്റെ ഉള്ളിലുള്ള ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇനി വേറെ ഡിസീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല. നമ്മുടെ ഉള്ളിൽ ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതും ചിലപ്പോൾ ഒരു സമയത്ത് വേണമെങ്കിൽ ഇൻഫെക്ഷന് കാരണമാകാം. പിന്നെ വോമിറ്റിംഗ് കണ്ടാമിനേഷൻ. വോമിറ്റിംഗ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒബ്ജക്റ്റുകൾ, വസ്തുക്കളില്ലേ, മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നും വരാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഷുകൾ, ട്രേ, ടേബിള്, ബുക്ക്, അല്ലെങ്കിൽ ടോയ്, മറ്റേ ഡോർ നോബ്, ഡോറല്ലേ, സ്വിച്ച്, അതൊക്കെ വോമിറ്റിംഗ് കണ്ടാമിനേഷൻ എന്ന് വരുന്നതാണ്. കണ്ടാമിനേഷന്റെ ഉള്ളിൽ വരെ. ഇപ്പൊ സ്വിച്ച്, ഇൻഫെക്ഷൻ ഉള്ള ഒരാള് ടച്ച് ചെയ്ത സ്വിച്ച്, അതിൽ ആ പേഷ്യന്റ് പോയി പിടിക്കുകയാണെങ്കിൽ എന്താ പറയാ, നേരെ ആ ഒരു സർഫസിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം.
ഡോർ നോബ്, ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ പിടിച്ച ഡോർ ലോക്ക് തുറക്കുമ്പോൾ ഡോറിന്റെ അതിനകത്ത് പിടിക്കുകയാണ്, അത് അവിടെ തന്നെ നമ്മൾ വീണ്ടും പോയി ടച്ച് ചെയ്താൽ എന്താ പറയാ ആ ഒരു സർഫസിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം. അതാണ് ഫോമിറ്റീവ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് ഇൻഫെക്ഷൻ വരുന്നത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഡിവൈസുകൾ ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ പോലുള്ള ഡിവൈസുകൾ, ഉപകരണങ്ങളിൽ നിന്ന് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സുകൾ, ഉപകരണങ്ങളിൽ നിന്നും ഒക്കെ കത്തീറ്റർ, ഇപ്പൊ യൂറിൻ പോകാനായിട്ട് യൂറിനറി കത്തീറ്റർ ഒക്കെ കുറച്ച് നാളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതിനൊക്കെ ഒരു ടൈം ഉണ്ട്, നമ്മൾ അത് അത്രയും സമയമൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഒരുപാട് ദീർഘകാലമൊക്കെ യൂറിനറി കത്തീറ്റർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഡിവൈസുകൾ ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ ഏതാണ് ഈ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ വരുന്ന ഒരു സോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് ആ ബബിൾസിൽ എഴുതിയിട്ടില്ലേ, ഓരോ ബബിൾസിൽ അതെല്ലാം പഠിക്കണം കേട്ടോ. അപ്പൊ അത് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഏതൊക്കെ ഇതാന്ന് വരാം. അപ്പൊ ഇനി അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ബബിൾസിൽ എഴുതിയേക്കണത് ഒന്ന് നോട്ട് ചെയ്താൽ മതി ഏതൊക്കെയാണ് സോഴ്സ് ആണ് കേട്ടോ ഇൻഫെക്ഷൻ. ഇനി അടുത്ത് നോക്കിയേ, ഹു ഈസ് അറ്റ് ദ റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവർ ആരൊക്കെയാ എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഹു ഈസ് at the risk for nosocomial infection. Okay, those who are admitted to a healthcare facility and are at a risk for contracting a HAI. For some bacteria, the risk may also depend on. അപ്പൊ നമ്മൾ ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നമ്മൾ അഡ്മിറ്റ് ആവുന്നവർക്ക് അവർക്ക് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് വരാം. ഫോർ ചില ബാക്ടീരിയ മൂലം എന്താ ഇൻഫെക്ഷൻ ഒക്കെ സംഭവിക്കാം. എന്തായാലും നോക്കി ഏതൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവർ ആരൊക്കെയാ നോക്കി. നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് സ്പില്ലേജ് വേസ്റ്റ് ഇല്ലേ? ശരണ്യ മിസ് അല്ലേ എടുത്തത്? ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എവിടെ വരെ എടുത്തായിരുന്നു സ്പില്ലേജ് വേസ്റ്റിന്റെ? ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അത് ഫ്ലോ ചാർട്ട് ആണോ? അത് പഠിപ്പിച്ചിട്ടില്ല. ഫ്ലോ ചാർട്ട് പഠിപ്പിച്ചിട്ടില്ല? ആരെങ്കിലും ഒന്ന് ഓർക്കണവരൊന്ന് നോക്കി എവിടെ വരെ എടുത്തു എന്നൊന്ന് കറക്റ്റ് ആയിട്ട്. കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ് അല്ലെ? കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റിന്റെ ഫ്ലോ ചാർട്ട് എടുത്തില്ല എന്നാണ് പറഞ്ഞത്. അത് എടുത്തുകളെ, അത് എഴുതി നോക്കി. അത് കംപ്ലീറ്റ് എടുത്തായിരുന്നോ? ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് മുതലാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് അല്ലെ? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അവിടെ മുതലാണ് ഇനി എടുക്കാനുള്ളത് അല്ലെ? അല്ലെ? ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലപ്പോ ട്രീസ മാം ആയിരിക്കും അതിന്റെ കണ്ടിന്യൂഷൻ എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോ നിങ്ങളുടെ പോർഷൻസ് ഒക്കെ നമ്മൾ തീർക്കാനുള്ള ഒരു ഇതിലാണ്. എനിക്കും ഉടനെ തന്നെ എക്സാം ഉണ്ടാകും. അത് ഡേറ്റ് ഒന്നും ആയിട്ടില്ല, എന്തായാലും ഓണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഓക്കെ, ഡേറ്റ് പറയും, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയവും തരും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലെ ട്രീസ മാം ഇപ്പൊ ഇവിടെ വന്ന് ചോദിച്ചതാണ് കേട്ടോ. അതാണ് ഇടയ്ക്ക് ഒരു ഇത് വന്നത്. ആരെവിടെ കരയണേ? മൂവിക്ക് സങ്കടം വന്നിട്ടുണ്ടാവും പരീക്ഷയുടെ കാര്യം പറഞ്ഞപ്പോ. മിസ്സേ ഇവിടെ വന്നിട്ട് പറഞ്ഞു അടുത്ത ക്ലാസ്സിലേക്ക് അത്രയൊന്ന് നോക്കിയിട്ട് പോരാ. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ട്രീസ മിസ് ആയിരിക്കും കേട്ടോ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെ എത്തി? ഓക്കെ, അപ്പൊ ഈ നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവർ ആരൊക്കെയാണ്? അപ്പൊ ഫസ്റ്റ് നോക്കിയേ, പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. അപ്പൊ ഹോസ്പിറ്റൽ റൂംമേറ്റിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ ഇൻഫെക്ഷൻ വരാന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ റൂംമേറ്റ്സിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള റൂംമേറ്റ്സ് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കും വരാം. പിന്നെ ഏജ്, പർട്ടിക്കുലർലി ഇഫ് പേഷ്യന്റ് ഈസ് മോർ ദാൻ 17 years ഓൾഡ്. 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക് ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്.
അല്ലെ? നമുക്കറിയാം ഒരുവിധം ഏജ് ആയി കഴിഞ്ഞ ഏജ്ഡ് ആകുന്തോറും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കും, രോഗപ്രതിരോധ ശേഷി. അപ്പൊ വയസ്സായവർക്കൊക്കെ അങ്ങനെയല്ലേ, പെട്ടെന്ന് അസുഖങ്ങൾ വരും അല്ലെ? വയസ്സായ ആളുകൾക്കൊക്കെ പെട്ടെന്ന് അസുഖം വരും. ആ ഒരു പരിസരത്തേടെ പോയാൽ മതി, പെട്ടെന്ന് അവർക്ക് കിട്ടും, ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട്. അപ്പോ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ആരാ? ഏജ്, പർട്ടിക്കുലർലി ഇഫ് ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old, 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവര്. പിന്നെ നോക്കിയേ, ഹൗ ലോങ് പേഷ്യന്റ് ആണ് കേട്ടോ അത്. ഇതൊന്ന് തിരുത്തിയേ. തേർഡ് പോയിന്റിൽ ഹൗ ലോങ് പേഷ്യന്റ് ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്. അപ്പൊ ദീർഘകാലങ്ങളായിട്ട് ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരില്ലേ, അവർക്കും നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ദീർഘകാലങ്ങളായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നവർക്ക് അതിനൊക്കെ ഒരു ടൈം ഉണ്ട് അല്ലെ? ആന്റിബയോട്ടിക്സ് ഒരാഴ്ചയൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന ആളുകളായിട്ട് ആന്റിബയോട്ടിക്സ് എന്തെങ്കിലും രോഗത്തിനെതിരായിട്ട് ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കണ്ടിന്യൂസ് യൂസിങ്. ഓക്കെ. പിന്നെ വെദർ ദ പേഷ്യന്റ് ഹാസ് എ യൂറിനറി കാത്തീറ്റർ ഓർ നോട്ട്. അതായത് ദീർഘകാലം യൂറിനറി കാത്തീറ്റർ, അത് പറഞ്ഞത് തന്നെയാണ്. പേഷ്യന്റ് ദീർഘകാലം യൂറിനറി കാത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസിനും ഇൻഫെക്ഷൻ വരാം, യൂറിനറി ഇൻഫെക്ഷൻ വരാം. കാത്തീറ്റർ ഒക്കെ ഒരു പരിധി വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുറെ നാളിങ്ങനെ യൂറിൻ പോകാൻ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് യൂറിനറി കാത്തീറ്റർ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാലും അവർക്കും ഇൻഫെക്ഷൻ വരാം. പിന്നെ ലെങ്തി ICU സ്റ്റേസ്, ദീർഘകാലം ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന്, കുറെ നാളുകളായിട്ട് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിനും ഇൻഫെക്ഷൻ വരാം. പിന്നെ വെദർ ദ പേഷ്യന്റ് ഹാസ് ബീൻ ഇൻ എ കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന് ഇല്ലേ, അവർക്കും ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എനി ട്രോമ എന്ന് പറഞ്ഞ ആഘാതം, എന്തെങ്കിലും ആഘാതം, മുറിവ് ഇതൊക്കെ പറ്റൂലേ ഇങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള ചതവ് അങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ട് പറ്റുന്ന പേഷ്യൻസ് ഇല്ലേ, അങ്ങനെയുള്ളവർക്കും എന്ത് വരാം, ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ത്രിറ്റേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന തകരാറ്, അപകടം മൂലം ത്രിറ്റേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന തകരാറ്. ഇത്രയും അത് ഇമ്മ്യൂൺ സിസ്റ്റം കുറവുള്ളവർക്ക്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉള്ള തകരാറുള്ളവർക്ക് ഒക്കെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ സാധ്യത ഉള്ളവരാണ്. അതിനി പറയണ്ടല്ലോ, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് വായിച്ചാൽ മതി, ചെറിയ പോയിന്റ്സ് ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. ഓക്കെ. അപ്പൊ ആർക്കൊക്കെയാണ് ഇപ്പൊ ഇതിനകത്ത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ചാൻസ് അറ്റ് ദ റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഈ നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളവര് ആരൊക്കെയാണ്? ഇങ്ങനെ തന്നെ ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏതൊക്കെയാണ് നോക്കാം. ഇനി ചെറിയൊരു കാര്യം കൂടി എടുക്കുന്നുള്ളൂ, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കണമല്ലോ. ഇനി നോക്കിയേ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ രീതി ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒരാളിന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഏതൊക്കെ രീതികളിലൂടെ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാളിൽ നിന്നൊക്കെ മറ്റൊരാളിലേക്കൊക്കെ ഏതൊക്കെ രീതിയിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം എന്നുള്ളതാ പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ആണ് കേട്ടോ. BORN ആണ്. ഹാൻഡ് ബോൺ, കൈകൊണ്ടുള്ള കോണ്ടാക്റ്റിലൂടെ, അല്ലെങ്കിൽ ഹാൻഡ് ബോൺ, കൈകൊണ്ടുള്ള കോണ്ടാക്റ്റിലൂടെ ഇൻഫെക്ഷൻ വരാം. മോസ്റ്റ് കോമൺ സാധാരണയായിട്ട് വരുന്നത് കോണ്ടാക്റ്റിലൂടെയാണ്. ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ നമ്മൾ നേരെ പോയി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇൻഫെക്ഷൻ നേരെ ഡയറക്റ്റ് നമ്മളിലേക്ക് വരാം. ഓക്കെ, ഒന്നോടെ പറയാമോ സ്പെല്ലിങ്? ഓക്കെ, ബോൺ എന്നുള്ളത് BORN, H എന്നുള്ളത് മാറ്റിയിട്ട് B എന്നാക്കിയാൽ മതി. അവിടെ ഒരു ചെറിയൊരു ഇങ്ങോട്ട് ചേർത്താൽ മതി, H തന്നെ B ആക്കിയാൽ മതി. ഓക്കെ, ഹാൻഡ് ബോൺ, കൈ കൊണ്ടുള്ള എന്നാണ് അതിന്റെ മീനിങ്, കൈ കൊണ്ടുള്ളത്. ഓക്കെ, BORN. നോക്കിയപ്പ ഇതെങ്ങനെ വരാൻ നോക്കിയേ. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഈസ് ഡിവൈഡ് ഇൻടു 2 സബ് ഗ്രൂപ്പ്സ്. കോണ്ടാക്ട് ട്രാൻസ്മിഷനെ നമുക്ക് 2 സബ് ഗ്രൂപ്പ് ആയിട്ട് തിരിക്കാം. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്. ഏതൊക്കെയാ? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. 2 രീതിയില് കോണ്ടാക്ട് തന്നെ നമുക്ക് 2ആയിട്ട് തിരിക്കാന്ന് പറഞ്ഞു. ഡയറക്റ്റ് കോണ്ടാക്ട് എങ്ങനെയാ? This consists of a direct surface to body surface contact.
ഡയറക്റ്റ് ആ ഒരു ബോഡി സർഫസിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരാം. അന്നേരം എന്ത് ചെയ്യുന്നു? അതിന്റെ ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം ബിറ്റ്വീൻ ഹോസ്റ്റ് ആൻഡ് ആൻ ഇൻഫെക്റ്റഡ് ഓർ കോളനൈസ്ഡ് സച്ച് as when a person or a patient gives birth or does other patient care jobs that need direct personal contact. ഇവിടെ എന്ന് പറഞ്ഞ എന്താ പറഞ്ഞെങ്ങനെയെന്ന് അറിയോ? ഈ ഡയറക്റ്റ് ആ ഒരു ബോഡി സർഫസുമായിട്ട് കോണ്ടാക്ട് വരികയാണെങ്കിൽ ആ ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്നും എന്താ അവരെ ടച്ച് ചെയ്യുന്നവരിലേക്ക് ഇത് ചെയ്യാം, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. അതെങ്ങനെയാ? ഏതൊക്കെയാ? വെൻ എ പേഴ്സൺ ടേൺ എ പേഷ്യന്റ്, ഒരു വ്യക്തി പേഷ്യന്റിനെ, ഒരു രോഗിയെ മാറ്റുമ്പോഴോ, ഇപ്പൊ രോഗി ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പേഷ്യന്റ് കെയർ ജോബ്സിന്റെ ഭാഗമായിട്ട് അവരെ എന്താ എണീപ്പിക്കോ ഇരുത്തോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ മാറ്റുമ്പോഴോ, പിന്നെ ഗീവ് എ ബാത്ത്, അവരെ കുളിപ്പിക്കുമ്പോഴോ, ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഷ്യന്റിനെ കുളിപ്പിക്കുമ്പോഴോ, ഓർ ഡസ് അതർ പേഷ്യന്റ് കെയർ ജോബ്സ്, മറ്റുള്ള രോഗി പരിചരണ ജോലികളിൽ ഏർപ്പെടുമ്പോഴോ, അവരെ നയിപ്പിച്ച് നടത്തോ, അവർക്ക് ഭക്ഷണം കൊടുക്കോ, അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ ആണ് ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? ആ ഇൻഫെക്ഷൻ ഉള്ള ആളിൽ നിന്നും അവരെ അത് എന്താ പറയാ, അവരെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സണിലേക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കോണ്ടാക്റ്റിലൂടെ തന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഇപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് ഓർത്താൽ മതി. ആ പേഷ്യന്റിനെ ഡയറക്റ്റ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ, ആ സർഫസിൽ ഡയറക്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണെങ്കിലോ, ദിസ് കൺസിസ്റ്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് എ സസെപ്റ്റബിൾ ഹോസ്റ്റ് വിത്ത് എ ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്. ഉണ്ടാവും അതിനൊരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഒരു വസ്തുക്കളിലൂടെയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റീവ് കൂടിയാണ്. നോക്കിയേതൊക്കെ ലൈക്ക് കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വഴി, നീഡില് വഴി. ഇപ്പൊ ഇപ്പൊ നീഡിലെന്ന് വെച്ചാൽ എല്ലാവർക്കും പുതിയ ഇത് എടുക്കുകയാണ്. പണ്ടൊക്കെ സ്റ്റെറിലൈസ് ചെയ്തായിരുന്നു. നേരത്തെ ഒക്കെ ഈ സൂചിയൊക്കെ ആണെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ആ സ്റ്റെറിലൈസേഷൻ ഒക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആ നീഡിൽസിൽ കൂടെ വരാം. ഓർ ഡ്രസ്സിങ്സിലൂടെ, ഓർ ടൈൻഡ് ഗ്ലൗസ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസ് വഴി, ദാറ്റ് ആർ നോട്ട് ചേഞ്ച് ബിറ്റ്വീൻ ദ പേഷ്യൻസ്. ഓരോ പേഷ്യൻസിനും ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് അടുത്ത പേഷ്യന്റ് നോക്കുമ്പോൾ ഗ്ലൗസ് ചേഞ്ച് ചെയ്യണം, അല്ലെ? ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ഒരാളെയൊക്കെ ആണെങ്കിലും നമ്മൾ പേഷ്യൻസിനെ ഓരോരുത്തരെ മാറി നോക്കുമ്പോൾ ആ ഗ്ലൗസ് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇൻഫെക്ഷൻ ഉള്ള ഒരാൾക്ക് ഉപയോഗിച്ച ഗ്ലൗസ്, അയാൾ നോക്കിയ ഗ്ലൗസ് ഉപയോഗിച്ച് വേറൊരു ഇൻഫെക്ഷൻ ഇല്ലാത്ത ഒരാളെ നമ്മൾ ആ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തന്നെ പിടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും എന്ത് വരാം? ആ ഗ്ലൗസിൽ കൂടെ ഇൻഫെക്ഷൻസ് വരാം. ആൻഡ് ടൈൻഡ് സർഫസ് ബൈ നീഡില് ഡ്രൈഡ് ബ്ലഡ്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. പിന്നെ അതുകൊണ്ട് ബ്ലഡിൽ കൂടെ, ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡിൽ കൂടെ ഒക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാമെന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓർമ്മ. ഹെപ്പറ്റൈറ്റിസ് 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബോഡി ഫ്ലൂയിഡ്സിൽ കൂടെയാണ് പകരുന്നത്. പിന്നെ DE, ഇത് മൂന്നും കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടറിൽ കൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ Bയും Eയും ബോഡി ഫ്ലൂയിഡിൽ കൂടെ, ബ്ലഡിൽ കൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് ബ്ലഡിൽ കൂടെ ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റീവ് കൂടിയാണ്. ഡയറക്റ്റ് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ടച്ച് ചെയ്യണമെന്നില്ല. നമ്മൾ അവർക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റ് വഴി, അവരിപ്പോ എടുത്ത അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒബ്ജക്ട്സ് ആണെങ്കിൽ അത് വേറെ പേഷ്യന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റീവ് കൂടെ എന്ത് ചെയ്യുക? ഒബ്ജക്ട്സിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയാണ്. ഓക്കെ, നീഡിലോ അല്ലെങ്കിൽ ഗ്ലൗസോ, ഗ്ലൗസ് ഒക്കെ ആണെങ്കിൽ പേഷ്യന്റ് ചേഞ്ച് ചെയ്തില്ല, ആ ഗ്ലൗസ് ഉപയോഗിച്ച് വേറെ പേഷ്യന്റ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻ വരാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് മോഡ് ഓഫ് ട്രാൻസ്മിഷനില് നമ്മള് രണ്ടെണ്ണം പറഞ്ഞു, ഡയറക്റ്റും ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ വരെ. ഇത്രയൊന്ന് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ഇനി നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എടുത്തതൊന്ന് വേഗം ഒന്ന് എടുത്തേ. ഈ ക്വസ്റ്റ്യൻ വായിക്കണ്ടല്ലോ, അതിന്റെ ആൻസർ മാത്രം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആൻസർ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ വീണ്ടും അതിനുള്ള സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്തേ.
ഓക്കെ, ആരാ? ഞാൻ വായിക്കാന്ന് പറഞ്ഞ ആരാ ഒരാള് വായിക്കുക? ആൻസർ മാത്രം വായിച്ചാൽ മതി. എല്ലാവർക്കും കിട്ടിയല്ലോ, ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ നോട്ടിലൊക്കെ ഉള്ളത് ഒക്കെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു. എത്ര 10 12 എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? നമ്മള് 13 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ച ആൻസർ കിട്ടാൻ മാം. ക്വസ്റ്റ്യൻ വായിക്കണോ? ആൻസർ മാത്രം പറഞ്ഞാ പോരെ? അല്ല, അപ്പൊ കറക്റ്റ് ഞങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലും പ്രശ്നം മനസ്സിലാക്കാൻ. ഓക്കെ, എന്നാ വേഗം വായിച്ചോ. ആരാ വായിക്കാം? ഞാൻ വായിക്കാന്ന് പറഞ്ഞ് വേഗം ഒന്ന് വായിച്ചാരെങ്കിലും. ആരും വായിക്കണല്ലേ? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലത്തെ ഫസ്റ്റ് ബാച്ചിലെ പിള്ളേരെ മോർണിംഗ് ബാച്ചിൽ അവരോട് ചോദിച്ചു വായിച്ചവര്. ഓക്കെ, ചിന്നു. ഓക്കെ, വെരി ഗുഡ്. ചിന്നുവിന്റെ ഒരു ക്ലാപ്പട്ടാ. ഞാൻ വായിക്കാന്ന് പറഞ്ഞു വന്നല്ലോ. ഓക്കെ, വേഗം വായിച്ചു. Dash is a treatment that filters and purifies the blood using a machine. ഏതാണ്? Dialysis. ഓക്കെ, ഡയാലിസിസ്. കറക്റ്റ് അല്ലേ നോക്കാട്ടോ? എല്ലാവരും എഴുതിയത് കറക്റ്റ് അല്ലേ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Which organ purify the blood? Which organ purify the blood? ഇതാണ് Kidney. ഓക്കെ, കിഡ്നി. Acute renal failure means? Acute renal failure means? Recently lost kidney functions. Okay, very good. Patient who have recently lost kidney functions. Okay, next. Expand AKI. AKI യുടെ expanded form ആയിരുന്നു Acute kidney injury. Okay, very good. Acute kidney injury. Acute kidney injury. A doctor who is specialized in kidney problems, nephrologist. Okay, very good. A doctor who is specialized in kidney problem, nephrologist. Next. A surgical connection between an artery and a vein. Okay. ഏതാ? Arteriovenous fistula. Okay. AV fistula or arteriovenous fistula. Which types of access used for short-term hemodialysis? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതാണ്? ഷോർട്ട് ടൈം ഹീമോഡയാലിസിസിന് യൂസ് ചെയ്യുന്ന അക്സസ് ഏതാണ്? ഏതാ? Vascular access catheter. Okay, very good. Vascular access catheter. Next. In which of the following dialysis blood is purified inside your own body instead of using a dialyzer machine? ഡയാലിസർ മെഷീന് പകരമായിട്ട് ബോഡിയുടെ ഉള്ളിൽ തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഡയാലിസിസ് ഏതാ? Peritoneal dialysis. Okay, very good. Peritoneal dialysis. Next. The lining of abdomen is called dash. Peritoneum. Okay, peritoneum. Next. Expand CAPD. CAPD. Ambulatory peritoneal dialysis. CAPD ഏതാണ്? Continuous ambulatory peritoneal dialysis. Okay, CAPD. continuous ambulatory peritoneal dialysis. Okay, very good. Next. The clinical place in which treat the patients with renal failure. ഏതാണ്? Dialysis center. Okay, dialysis center. ഇത്രയും questions ഉണ്ടായിരുന്നു. ഇത്ര ഉണ്ടായിരുന്നോളൂ. ഓക്കെ, എല്ലാവർക്കും കറക്റ്റ് അല്ലേ? അതെ, എളുപ്പമുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇത്രയും മതി. എല്ലാവരും വിഷമിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ഫ്രൈഡേ ഉണ്ടല്ലോ, ഫ്രൈഡേ നോക്കാം. ഒരു ചാപ്റ്റർ കൂടി നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അത് അടുത്ത ആഴ്ച നമുക്ക് തീർക്കാം, കുഴപ്പമില്ല. എന്തായാലും നിങ്ങളുടെ തൊട്ട് മുന്നുള്ള ബാച്ചിന്റെ എക്സാം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് എക്സാം വരുള്ളൂ. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഇനിയിപ്പോ ഓണത്തിനൊക്കെ 2-3 ദിവസമൊക്കെ അവധി ഉണ്ടാവില്ല അവിടെ. അപ്പോഴൊക്കെ നിങ്ങൾ ഇരുന്ന് പഠിക്കാൻ തുടങ്ങിക്കോ കേട്ടോ. ഇനി ഡേറ്റ് കിട്ടാൻ നോക്കണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് ഇപ്പൊ പിള്ളേർക്കൊക്കെ എക്സാം തുടങ്ങിയില്ലേ, അതിന്റെ തിരക്കിലായിരിക്കും അല്ലേ? ആണോ? പിള്ളേരെ പഠിപ്പിക്കുകയാണോ? അപ്പൊ പിള്ളേരൊക്കെ പഠിപ്പിച്ച് അവരൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ഒരു 3-4 ദിവസമെങ്കിലും തരാതിരിക്കില്ലാണ് സ്റ്റഡി ലീവായിട്ടേ. 4-5 ദിവസമൊക്കെ തരും നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പൊ ആ സമയമൊക്കെ നിങ്ങൾ ഇരുന്ന് പഠിക്കുക. വെക്കേഷന് ഓണത്തിന് 2-3 ദിവസം ഒഴിവുണ്ടാവും. അപ്പോഴും ഇരുന്നൊക്കെ പഠിച്ചു വെക്കുക. എപ്പൊ എക്സാം വന്നാലും എഴുതാന്നുള്ള രീതിയിൽ. അതിലും എക്സാമിന് മുന്നേ ഇന്ന് പറഞ്ഞിട്ട് നാളെ എക്സാം ഒന്നും ഇടൂല. 3-4-5 ദിവസമൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സമയം തരും. മോഡൽ എക്സാം അല്ലേ. അപ്പൊ ഫസ്റ്റ് സെക്കൻഡും പേപ്പർ
എക്സാം വരുന്നത്. അതൊക്കെ സമയം കിട്ടുന്നതിന്റെ അനുസരിച്ച് നിങ്ങൾ കുറച്ചായിട്ടൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, ട്രയൽ എക്സാം അല്ലേ എന്നൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് എക്സാം അല്ലേ, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും എക്സാം വരുന്നത്. എല്ലാവരും നന്നായിട്ട് സമയം കിട്ടുന്ന പോലെ ഇരുന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരുടെയൊക്കെ പോർഷൻസ് ഒക്കെ തീരാറായല്ലോ. വേറെ എന്താ വിശേഷം? ഇപ്പൊ വർത്താനം ഒന്നും പറയാൻ സമയമില്ല അല്ലെ, പോർഷൻസ് ഒക്കെ തീർക്കണ ടൈമിലാണ്. ഓക്കെ, എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇടും. എത്ര മാർക്കിന്റെ എക്സാം ആണ് അല്ലെങ്കിൽ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരും കേട്ടോ. ഇതൊക്കെ അവിടെ പറയും. പേഴ്സണലി എനിക്കത് പറയാനുള്ള ഒരു അധികാരം ഇല്ല നിങ്ങളോട്. എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസ്? അതാ പറഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും എത്രയാണെന്നുള്ളത് ഇതില്ല. അവരുടെ മറ്റേ നിങ്ങളുടെ തൊട്ട് മുന്നേ HA5 അവരുടെ എക്സാം ആണ് അടുത്ത തേഴ്സ്ഡേ എക്സാം ആയിട്ടിപ്പോ നിങ്ങൾക്ക് ഓരോ ഇതും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇട്ട് വരുമോ? ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെയാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റിലൊക്കെ നിങ്ങൾക്ക് കണ്ടത്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ഒന്നും ഇല്ല. നമ്മൾ ഓരോ പ്രാവശ്യം ഓപ്ഷൻസ് അല്ല ക്വസ്റ്റ്യൻസ് മാറി ആയിരിക്കുമല്ലോ. അതായത് ഒരു കാര്യം ഞാൻ ഷുഗർ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ എക്സാമിന്. നമ്മുടെ ഈ പ്രിന്റഡ് നോട്ടിന് ബേസ് ചെയ്തിട്ടായിരിക്കും എക്സാം. ടഫ് ഒന്നും ഇല്ല, എളുപ്പമാണ്. നമ്മൾ കുറേ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലൊക്കെ പറഞ്ഞതൊക്കെ തന്നെയായിരിക്കും എക്സാമിന്. പിന്നെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യും. അഥവാ നിങ്ങൾ അബ്രിവേറ്റഡ് ഫോം അതൊക്കെ നിങ്ങൾ പഠിക്കണുള്ളൂ അല്ലെ. അതൊന്ന് ടെർമിനോളജി ഒക്കെ കഴിഞ്ഞോ? നിങ്ങളുടെ ടെർമിനോളജി കഴിഞ്ഞോ? അതാണ് ഇത്തിരി ലെങ്തി ചാപ്റ്റർ. കുറേ അബ്രിവേറ്റഡ് ഫോം ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഒക്കെ പറഞ്ഞൊക്കെ തന്നിട്ടില്ലേ? പറഞ്ഞു തരും. കുറച്ചൊക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയേണ്ടതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ അഥവാ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കാത്തയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ചേഞ്ച് ചെയ്തിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ കേട്ടോ. അതുകൊണ്ട് പഠിപ്പിക്കാത്തത് വരുമോന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, പഠിപ്പിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാവരും ഒക്കെ കുറച്ച് സമയം കിട്ടുന്നതിനനുസരിച്ച് പഠിച്ചു തുടങ്ങിക്കോ. ഓണം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ട്രീസമാൻ പറഞ്ഞത് ഓർക്കണ്ടല്ലോ. എന്തോ അത് വില്ലേജ് ചാപ്റ്റർ അതുവരെയും പഠിപ്പിച്ചതൊക്കെ ഒന്ന് വായിച്ചുകൊണ്ട് വരാനായിട്ട് അതൊക്കെ നോക്കിയിട്ട് പോരാ കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു.